എൻ്റെ പേര് സിൻഡ്രല ഷിനോയ്. എ ബി ഓർ ആകെ ബി ഞാൻ എഴുതിയ ആദ്യത്തെ ബുക്കാണ്. ഇതൊരു സയൻസ് ഫിക്ഷണൽ ത്രില്ലർ നോവലാണ്. എൻ്റെ ബോൾ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് പപ്പേനെയും അമ്മേനെയും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ടുള്ളത് ഞാൻ എന്ത് പറയുമ്പോഴും അവരത് കേട്ടിരുന്നു എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവൾക്ക് ബുക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഞങ്ങൾ ബാലരമയായാലും കളിക്കുടുക്കയായാലും വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഹാരി പോട്ടറിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് അവള് വായിച്ചിട്ട് അതിൻ്റെ സിനിമ കണ്ടപ്പോൾ അവൾ പറഞ്ഞത് സിനിമയിലൊന്നുമില്ല, നമുക്ക് വായിക്കുമ്പോൾ കുറേ ഇമാജിൻ ചെയ്യാൻ പറ്റും, സിനിമയിൽ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഇത് തോന്നിയിട്ടാ. കാരണം വായനയിൽ ഞാൻ കണ്ട ഇമാജിനൊന്നും സിനിമയിൽ ഇല്ല എന്നാണ് അവൾ പറയുന്നത്. എൻ്റെ പേര് സിൻഡ്രല ഷിനോയ്. ഞാൻ ഇരിഞ്ഞാലക്കുട ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ. പപ്പ ഷിനോയ് പൗലോസ് ദുബായിലാണ്. അമ്മ റിസ ഷിനോയ്. ഞങ്ങൾ തുറങ്കുന്ന ഇടവകാംഗങ്ങളാണ്. എ ബി ഓർ ആകെ ബി ഞാൻ എഴുതിയ ആദ്യത്തെ ബുക്കാണ്. ഇതൊരു സയൻസ് ഫിക്ഷണൽ ത്രില്ലർ നോവലാണ്. എൻ്റെ മെയിൻ ഒരു സമ്മറി അല്ലെങ്കിൽ ബ്രീഫ് എന്ന് പറയുന്നത്, കാതറിൻ എന്ന് പറയുന്ന ഒരു 19 ആയിട്ടുള്ളൊരു കുട്ടി പുറത്ത് എ ബി ഓർ ഗേബിനെ തൻ്റെ നൗറ എന്ന് പറയുന്ന സിസ്റ്ററിനെ തേടി പോകുന്നതും എ ബി ഓർ ഗേബിലേക്ക് എത്തിപ്പെടുന്നതും അവിടെ ഒരു ഏലിയൻസിൻ്റെ കിങ്ഷിപ്പ് കാണുമ്പോൾ തിരിച്ചു വരുന്നതുമാണ് കഥയുടെ ഒരു സമ്മറി ആയിട്ട് വരുന്നത്. ബുക്കിൻ്റെ കവർ പേജ് ഗ്രീൻ ഗ്ലാസസിന് തീം ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രൊട്ടാഗനിസ്റ്റ് കാതറിൻ, നൗറ, പഫ് എന്ന് പറയുന്ന 3 പേരാണ്. ഇതിൽ നൗറ മിസ്സിങ് ആയിട്ട് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് അവളെ കൊണ്ടുപോകുമ്പോൾ അവളെ അടച്ചിടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗ്രീൻ ഗ്ലാസസ് ആണ്. അതിൻ്റെ ഒരു സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ കവർ പേജ് ഗ്രീൻ ഗ്ലാസ്സായി കൊടുത്തിരിക്കുന്നത്. കഥ മുൻപോട്ട് പോകുന്നത് ഇങ്ങനെയാണ്. കാതറിൻ എന്ന് പറയുന്ന ഒരു 19 വയസ്സുകാരി അവളുടെ അനീതിയായിട്ടുള്ള നൗറാനെ തേടി പോകുന്നതും പിന്നീട് അവർ ഒരു വേം ഹോളിൽ കൂടെ എ ബി ഓർ ആകെ ബി എന്ന പ്ലാനറ്റിലേക്ക് ചെല്ലുന്നതുമാണ് കഥ. സയൻസ് ഫിക്ഷണൽ നോവലായതുകൊണ്ട് തന്നെ വേം ഹോൾ, പ്ലാനറ്റ്, അവരുടെ ഒരു ടൈം ഡിഫറൻസ്, അതൊക്കെയാണ് നമ്മൾ കഥയുടെ ഒരു ബേസിസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ പ്ലാനറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഏലിയൻസിൻ്റെ കിങ്ഷിപ്പ് കാണുകയും പിന്നീട് മനുഷ്യരെ എല്ലാവരെയും ഒരു അടിമത്തം, സ്ലീവറിയിലേക്ക് അവർ കൊണ്ടുപോകുന്നതുമായിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാതറിൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ കഥ ഒരു ഇൻക്ലാമിനേഷനിലേക്ക് പോകുന്നത്. ലാസ്റ്റ് കാതറിൻ എർത്തിലേക്ക് തിരിച്ചെത്തുന്നത് ആണ് നമ്മുടെ കഥയുടെ അവസാനം. 8th സ്റ്റാൻഡേർഡിൻ്റെ ആനുവൽ എക്സാമിനേഷൻ്റെ ടൈമിലാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഐഡിയ ഒക്കെ കിട്ടിയത്. അപ്പോൾ ആ ടൈമിൽ തന്നെ എൻ്റെ ബോൾ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് പപ്പേനെയും അമ്മേനെയും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ടുള്ളത് ഞാൻ എന്ത് പറയുമ്പോഴും അവരത് കേട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മണിക്കൂറുകളോളം എടുത്തിട്ടാണ് ഇത് പറയുക. അപ്പോൾ അതൊക്കെ അവർ കേട്ടിരുന്നു. പിന്നെ ചാപ്റ്റർ 1 തീരുമ്പോൾ ചാപ്റ്റർ 2 മാറ്റും. അങ്ങനെ ഓരോ ടൈമിലും ചേഞ്ചസ് വരുത്തുമ്പോൾ ഇതൊക്കെ ഇവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതവർ കേട്ടിരുന്നായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നെ ഞാൻ ഇത് എഴുതാൻ തുടങ്ങിയത് വാറ്റ്പാഡ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ്. അപ്പോൾ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവിടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റീഡേഴ്സാണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നിന്നും കിട്ടിയൊരു റിവ്യൂ ഒക്കെ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ. പിന്നെ ബുക്ക് അവസാനം വന്നത് ഒരു 9th സ്റ്റാൻഡേർഡിലെ ആനുവൽ എക്സാം ടൈമിലാണ് ഈ ബുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു ഇത് പബ്ലിഷ് ചെയ്യണമെന്ന്. പക്ഷെ എത്രമാത്രം സക്സസ്ഫുൾ ആവുന്നൊന്നും അറിയില്ലായിരുന്നു. പപ്പയോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. നമുക്ക് പരമാവധി ശ്രമിക്കാം, ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യാമെന്ന് പറഞ്ഞ് അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ സെൽഫ് പബ്ലിഷിങ്ങിന് മുൻപ് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കവർ പേജ് ആണെങ്കിലും കുറേ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു. അതിനൊക്കെ പപ്പയും അമ്മയാണ് കോപ്പിറൈറ്റ് എടുക്കുന്നതിനാണെങ്കിലും ഒക്കെ സപ്പോർട്ടായിട്ട് നിന്നത്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവൾക്ക് ബുക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഞങ്ങൾ ബാലരമയായാലും കളിക്കുടുക്കയായാലും വാങ്ങിച്ചു കൊടുത്തിരുന്നു. വലുതായപ്പോഴും അവൾക്ക് ബുക്കിനോടായിരുന്നു താല്പര്യം. ഞാനിതിൽ A ഗ്രേഡ് വാങ്ങിച്ചില്ലേ, നിങ്ങൾ എന്താ എനിക്ക് ഗിഫ്റ്റ് തരാമെന്ന് ചോദിക്കും. അപ്പോൾ നീ പറഞ്ഞോ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്തായാലും ഇവള് വലിയ ഇതുള്ളതൊന്നും പറയില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഞാൻ ഇതിൽ കണ്ടുവച്ചിട്ടുണ്ട്, ഓൺലൈനിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, എനിക്കത് തരുമെന്ന് ചോദിക്കും. അങ്ങനെ ഒരു വർഷം തന്നെ അവൾ കുറേ ബുക്ക് വാങ്ങിക്കാൻ തുടങ്ങി. അവൾക്ക് ഗിഫ്റ്റായിട്ട് അത് മതി, ബുക്സ് മതി. അപ്പോൾ അവസാനം ഞാനൊരു ലിസ്റ്റ് വെച്ചു, ഒരു വർഷത്തിൽ 4 ബുക്ക്. അപ്പോൾ അങ്ങനെ വെച്ച് ഇപ്പോൾ അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ജനുവരിയോട് കൂടി 4 ബുക്ക് വാങ്ങിച്ച് കംപ്ലീറ്റ് ചെയ്തു. 4 ബുക്ക് വാങ്ങിക്കുകയും ചെയ്തു, വായിച്ച് കഴിയുകയും ചെയ്തു. ഇനി അടുത്ത വർഷം ആവണം 4 ബുക്ക് കിട്ടാനുള്ള ഒരു വിഷമത്തിലാണ്. അത് ബുക്ക് കിട്ടിയാൽ അത് അന്ന് തന്നെ ഇരുന്ന് വായിച്ച് അവസാനിപ്പിക്കുക. ആ ഒരു ബുക്ക് വായിക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അത് എഴുതാനും
അത് എഴുതിയപ്പോൾ ഹാരി പോട്ടറിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് അവള് വായിച്ചിട്ട് അതിന്റെ സിനിമ കണ്ടപ്പോൾ അവള് പറഞ്ഞത് വായിച്ചു കഴിഞ്ഞിട്ട് ആ ബുക്ക് ആ സിനിമ കാണുമ്പോൾ സിനിമയിലൊന്നുമില്ല, നമുക്ക് വായിക്കുമ്പോൾ കുറേ ഇമാജിൻ ചെയ്യാൻ പറ്റും, സിനിമയിൽ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഇത് തോന്നിയിട്ടാ. കാരണം വായനയിൽ ഞാൻ കണ്ട ഇമാജിനൊന്നും സിനിമയിൽ ഇല്ല എന്നാണ് അവള് പറയുന്നത്. സാധാരണ നമ്മൾ വിഷ്വല് കണ്ടാൽ അതാണ് മനസ്സിൽ നിൽക്കാറ്. പക്ഷെ മോള് പറയുന്നത് വായിച്ച് ഞാൻ കണ്ട അത്രയൊന്നും സിനിമയിൽ കാണാനില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഇമാജിൻ വളർത്തിയെടുക്കാൻ അവൾക്ക് ബുക്ക് വായന സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സംസാരങ്ങൾ മൊത്തം ഇവളുടെ ഇമാജിനും ഇവള് വായിച്ച ബുക്കുകളും ആ ഒരു സ്വപ്നം, ഇവള് വലുതാവുമ്പോൾ ആരായി തീരണം എന്നുള്ള സ്വപ്നം, അത് മൊത്തമാണ് ഈ സംസാര വിഷയത്തിൽ വരിക. പിന്നെ ക്ലാസ്സിൽ പോയ വിശേഷങ്ങൾ പറഞ്ഞാലും എല്ലാ വിശേഷങ്ങളും A to Z ഇങ്ങനെ പറയും. അപ്പൊ അതില് വരുന്ന സംഭാഷണങ്ങളാണ് ബുക്സ്, അവളുടെ ഇമാജിന് ഭാവിയിൽ ആരാവണം എന്നുള്ളത്, അതൊക്കെ ഇങ്ങനെ വരും. എഴുതിയ ബുക്ക് കൈ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെ ഇരിക്കും നമ്മളിതിന്റെ പ്രിവ്യൂ പേജസ് ഒക്കെ ലാപ്പിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഏകദേശം സങ്കല്പിച്ച പോലെ തന്നെ ആയിരിക്കും ബുക്ക് ഇരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് തോന്നിയത്. നല്ലൊരു ഹാപ്പിനെസ്, എൻ്റെ ഒരു ബുക്ക് ഇനി മുതൽ ലൈബ്രറീസിൽ കിട്ടുമല്ലോ എന്ന് പറയുന്നൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ സയൻസ് ഫിക്ഷണൽ നോവല് ആയതുകൊണ്ട് തന്നെ മിക്കവരും എന്നോട് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ എഴുതിയിട്ടുണ്ട് സെക്കൻഡ് ബുക്ക്. അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വാറ്റ്പാഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെ. അതും ഇതിപ്പോൾ സെൽഫ് പബ്ലിഷിംഗ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മിക്ക ബുക്ക് സ്റ്റോഴ്സിലും ലഭിക്കില്ല, ഇങ്ങനെ ഓൺലൈൻ സ്റ്റോഴ്സിലാണ് കിട്ടുക. മിക്ക ലൈബ്രറീസിലൊന്നും പോയി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബുക്ക് ട്രഡീഷണൽ ആക്കണം എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം കൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്.